സംസ്ഥാനത്ത് കന്നുകാലികളുടെ വരവ് കുത്തനെ കുറഞ്ഞതോടെ ബീഫിന്റെ വിലയിൽ വൻ വർധനമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി വിതരണം തടസ്സപ്പെട്ടതാണ് വിപണിയിൽ പെട്ടെന്നുള്ള ഈ വിലക്കയറ്റത്തിന് കാരണമായിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ പലയിടത്തും ബീഫിന്റെ വില കിലോഗ്രാമിന് 500 രൂപയിലേക്ക് അടുക്കുകയാണ്. വിലക്കയറ്റവും കന്നുകാലികളുടെ ക്ഷാമവും മൂലം കനത്ത നഷ്ടം നേരിടുന്ന പശ്ചാത്തലത്തിൽ തൊടുപുഴയിലെ ഒട്ടുമിക്ക വ്യാപാരികളും ബീഫ് വിൽപ്പന താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് കന്നുകാലികളുമായി പുറപ്പെട്ട 16 ലോറികൾ ഗോരക്ഷ ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു. ഇതാണ് നിലവിലെ വിതരണ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ നിരന്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് വ്യാപാരികളെയും ലോറി ജീവനക്കാരെയും ഒരേപോലെ തന്നെ ഭീതിയിലാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി കന്നുകാലികളെ സംസ്ഥാനത്ത് എത്തിക്കാൻ കഴിയാത്തതാണ് വിപണിയിലെ പെട്ടെന്നുള്ള ഈ കടുത്ത ക്ഷാമത്തിന് വഴിവെച്ചത്. വില അനിയന്ത്രിതമായി ഉയർന്നതോടെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ബീഫ് വാങ്ങുന്നത് കുറച്ചിരിക്കും. ഉയർന്ന വിലയ്ക്ക് കന്നുകാലികളെ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ഇറച്ചി വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. ഇതോടെയാണ് നഷ്ടം താങ്ങാനാകാതെ തൊടുപുഴയിലെ ഇറച്ചി കച്ചവടക്കാർ കച്ചവടം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ഈ കടുത്ത പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പ്രമുഖ കാലിച്ചന്തകളിൽ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. കന്നുകാലി വിതരണം സുഗമമാക്കാനും വ്യാപാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വിപണിയിലെ ഈ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ഹോട്ടൽ മേഖലയെയും സാരമായി ബാധിച്ചേക്കും എന്നാണ് വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ പുതിയതായി അധികാരമേറ്റ BJP സർക്കാർ കശാപ്പ് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കിയതോടെ സംസ്ഥാനത്തെ കശാപ്പുശാലകളുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലായി. 1950 വെസ്റ്റ് ബംഗാൾ അനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് പ്രകാരമുള്ള വ്യവസ്ഥകൾ കർശനമായി നടപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പുതിയ കശാപ്പ് നിയന്ത്രണ നിയമപ്രകാരം 14 വയസ്സ് പിന്നിട്ടതോ അല്ലെങ്കിൽ പൂർണ്ണമായും ജോലിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം വൈകല്യമുള്ളതോ ആയ പശുക്കളെയും പോത്തുകളെയും മാത്രമേ കശാപ്പ് ചെയ്യാൻ അനുവാദമുള്ളൂ. ഈ കർശന നിയന്ത്രണങ്ങൾ കാരണം കൊൽക്കത്ത ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ മാംസത്തിന്റെ ലഭ്യത വലിയ തോതിൽ കുറഞ്ഞു. അതോടെ കൊൽക്കത്തയിൽ മുമ്പ് കിലോഗ്രാമിന് 250 രൂപയായിരുന്ന ബീഫിന്റെ വില ഒറ്റയടിക്ക് 600 രൂപയിലേക്ക് എത്തുകയും ചെയ്തു. ഈ നിയന്ത്രണം കടുത്തതോടെ ബംഗാളിലെ ഏറ്റവും വലിയ കന്നുകാലി വിപണികൾ പലതും വ്യാപാരികളോ വാങ്ങാൻ ആളുകളോ ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ്. മൃഗങ്ങളുടെ കൃത്യമായ പ്രായം തെളിയിക്കുന്ന രേഖകളോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ എങ്ങനെ സംഘടിപ്പിക്കും എന്നറിയാതെ സാധാരണക്കാരായ കർഷകരും വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലാണ്. കന്നുകാലി വ്യാപാരം തടസ്സപ്പെട്ടതോടെ കൊൽക്കത്തയിലെ രാജാ ബസാർ പോലുള്ള മാർക്കറ്റുകളിൽ ആളുകൾ ഇപ്പോൾ ആട്, കോഴി, ഇറച്ചികളിലേക്ക് മാറിയിരിക്കുകയാണ്.